പച്ചക്കായി ഉണക്കമീനും വെച്ചിട്ട് നല്ല കിടിലൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ കറി നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന അതിന്റെ വിശേഷങ്ങളൊക്കെ പറയും. ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. അല്ലാതെ നമുക്ക് ടേസ്റ്റുള്ളതൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഉണക്കമീൻ എന്നത് സ്രാവാണ് എടുത്തിട്ടുള്ളത്, സ്രാവിന്റെ കുട്ടിയാണ്. അപ്പോ അതെങ്ങനെയാണല്ലോ കണ്ടു. അത് ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഉണക്കലിൽ ഏത് മീൻ വെച്ചിട്ട് ഉണ്ടാക്കാം. എല്ലാവർക്കും അറിയുന്നത് തന്നെ, കാരണം നമ്മൾ പേര് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ മീൻ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് പച്ചക്കായ ഒന്ന് മുറിച്ചെടുക്കാം. നമ്മളിവിടെ 3-4 പച്ചക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ ഉണക്ക സ്രാവ് എടുത്തിട്ടുണ്ട്. ഈ സ്രാവ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. പച്ചക്കായ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കറിയൊക്കെ പെട്ടെന്ന് പോകാൻ. അപ്പോൾ ഇത്ര വലുപ്പത്തിലാണ് മുറിച്ചിട്ടുള്ളത്. നമ്മൾ പച്ചക്കായ ഒന്ന് കഴുകിയെടുക്കാം. മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ടാണ് കഴുകിയെടുത്തിട്ടുള്ളത്, അതിന്റെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടിയിൽ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്, അത് വെച്ച് കൊടുക്കാം. പച്ചക്കായ ഇട്ട് കൊടുക്കുക. പച്ചക്കായ വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കായ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഉണക്കമീനിന് കുറച്ച് ഉപ്പുണ്ടാവും, അതുകൊണ്ട് ഇതിൽ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി മീന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. മീനിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഒരു തേങ്ങന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഒരു 5-6 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ പേസ്റ്റാക്കി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ കായ വെന്തോ നോക്കാം. കായ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വാളംപുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യമുള്ളവർക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. പുളി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണം ആവശ്യം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഉണക്കൽമീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടെ വേവാവട്ടെ. ഉണക്കൽമീൻ കൂടെ വെന്ത് വരണം. മീന് എന്തായെന്ന് നോക്കാം. മീനൊക്കെ അയച്ചിട്ടുണ്ട്.
മീനായില്ലേ? നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഒന്ന് ചെറുതായിട്ട് തിളച്ചു വരണം. അതിനുശേഷം നമുക്കൊന്ന് വറുവിടാനുണ്ട്. കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വെക്കാം. വറുവിടാനുള്ള ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ആദ്യം കടുകിട്ട് കൊടുക്കാം. പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കറിക്കൊരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചക്കായും ഉണക്കൽ മീൻ വെച്ചുള്ള കറി. അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് നോക്കാം. സൂപ്പർ കറിയാണ്. ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ക്ലിയറാണ്. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടമായാല് നിങ്ങളെ വിലയേറിയ ലൈക്ക്, ഒരു സപ്പോർട്ട് ഒക്കെ തരിക.